റൂട്ട് ഓഫ് സി ഇൻറ്റു റൂട്ട് ഓഫ് എൽ സമം 6, റൂട്ട് ഓഫ് ബി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് സമം 4 ആയാൽ റൂട്ട് ഓഫ് സി ഇൻറ്റു റൂട്ട് ഓഫ് സി എത്ര? നമുക്കിതിലത്തെ ആദ്യത്തെ മാത്രം എടുക്കുക, റൂട്ട് ഓഫ് സി ഇൻറ്റു റൂട്ട് ഓഫ് എൽ. ഇത് രണ്ടും റൂട്ട് ചിഹ്നത്തിനകത്താണല്ലോ, അതുകൊണ്ട് ഒന്നിച്ചൊരു റൂട്ട് ചിഹ്നത്തിനകത്ത് റൂട്ട് ഓഫ് സി ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ റൂട്ട് ഓഫ് സി ഇംഗ്ലീഷ് അക്ഷരമാലയിലത്തെ 3ാമത്തെ അക്ഷരമാണ്, ഇൻറ്റു എല്ലോ ഇംഗ്ലീഷ് അക്ഷരമാലയത്തെ 12ാമത്തെ അക്ഷരമാണ്. അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ നമ്പർ 2 എഴുതി 3 ഇൻറ്റു 12 റൂട്ട് ഓഫ് 3 12 36 റൂട്ട് 6. ഇതാണ് വലതുവശത്തെ കിട്ടി. ഈ ബന്ധം അടുത്തിൽ ശരിയാവുണ്ടോ നോക്കാം. റൂട്ട് ഓഫ് ബി ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് ബി ഇൻറ്റു എച്ച്. റൂട്ട് ഓഫ് ബി 2ാമത്തെ അക്ഷരമാണ്, എച്ച് 8ാമത്തെ അക്ഷരമാണ്. അപ്പോൾ 2ൻ്റെ പൊസിഷൻ നമ്പർ എഴുതി ഗുണിക്കുക. റൂട്ട് ഓഫ് 16 റൂട്ട് 4 അപ്പോൾ അത് ശരിയാണ്. അതുപോലെ നമുക്ക് ഈ കാണേണ്ടത് കാണുക, റൂട്ട് ഓഫ് സി ഇൻറ്റു റൂട്ട് ഓഫ് സി. അപ്പോൾ റൂട്ട് ഓഫ് സി ഇൻറ്റു സി എന്ന് എഴുതാം. റൂട്ട് ഓഫ് സിയുടെ പൊസിഷൻ നമ്പർ 3 സി ഇംഗ്ലീഷ് അക്ഷരമാലയത്തെ 3ാമത്തെ അക്ഷരം. അപ്പോൾ 3 ഇൻറ്റു 3 റൂട്ട് ഓഫ് 3 ഇൻറ്റു 3 9, 9ൻ്റെ റൂട്ട് 3, ഉത്തരം 3.